സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ്. വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ ഹേറ്റ്, ഇത്രയും വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അത് എന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത്, എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഡിപ്പെൻഡന്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അത് നമ്മൾ 1.5 വർഷമായിട്ട് വിശ്വസിച്ചൊരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചു പേരുടെ അഭിപ്രായം കൊണ്ട് ഞങ്ങളിൽ മാറില്ല. അത് ഉറപ്പായിട്ടും നിങ്ങൾക്കും മാറരുതെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള LJP, അതായത് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഡയറക്ടറായിട്ട് LJP പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളി ഇതിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് വെച്ചാൽ പുള്ളിയുടെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് പുള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മൾ കാണണം, ആ സിനിമ നമ്മൾ കാണുന്നെ വേണം എന്നാണ് പുള്ളി പറയുന്നത്. നമ്മൾ വൈരാഗ്യത്തോട് കൂടിയിട്ട് അതുപോലെ എന്തോ പക വീട്ടാണ്. പുള്ളിയോടൊക്കെ എന്താ പക? ആർക്കാ പക? പുള്ളി നല്ലൊരു ഫിലിം മേക്കറാണ്, പുള്ളിയുടെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതൊരു വിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വന്നിട്ട് മറ്റേ പത്രസമ്മേളനം വിളിച്ചിട്ട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ആദ്യം പടം സാധാരണ ആൾക്കാർക്ക് കൺവേ ആവണം. അതാവാത്തോടത്തോളം കാലം ആൾക്കാർ പറയും ഇഷ്ടമായില്ല എന്നുള്ളത്. അത് ഒരു വിഭാഗം ആൾക്കാരുടെ എന്താ പറയുക, ഹേറ്റ് ക്യാമ്പയിനാണ്, അതുപോലെ ഈ പറയുന്ന പോലെ പക വീട്ടലാണ് എന്ന് പറഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ട്, വലിയ 65 കോടി 70 കോടിയുടെ അടുത്ത് ബഡ്ജറ്റുള്ള സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു സിനിമ വന്നിട്ട് പരാജയപ്പെട്ടത് അംഗീകരിക്കണം. അല്ലാതെ ഞാനെടുത്ത സിനിമ ഞാൻ പിടിച്ച മുതൽ 4 കൊമ്പ് എന്ന് പറഞ്ഞ പോലെ ഞാനെടുത്ത സിനിമ അത്രയും നല്ലതാണ്, നിങ്ങളത് അതുപോലെ തന്നെ നിങ്ങളത് വിചാരിക്കണം എന്ന് പറഞ്ഞത് അത് എവിടുത്തെ തന്നോ. സപ്പടുത്ത് മറിമായം പ്രോഗ്രാമിനകത്ത് ഒരു കോമഡി അങ്ങനെ പുള്ളി പറഞ്ഞിരുന്നു, അതായത് സിനിമ എന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നമാണ്. അപ്പം എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ പുള്ളിക്ക് സ്വപ്നത്തിൽ ഒന്ന് കണ്ടാൽ പോരെ, എന്തിനാ നമ്മളെ വിളിച്ച് കാണിക്കണം? അതുപോലെയാണ് LJP പറയണത്. ഇപ്പോൾ പുള്ളി എടുത്ത സിനിമ നല്ലതാണ് എന്നാണ് തന്നെ പുള്ളിക്ക് തോന്നിക്കണം എല്ലാവർക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അത് നല്ലൊരു സിനിമ ആയിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ അത് കാണണം എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? ഒരു സിനിമ പറഞ്ഞ് ഇഷ്ടമായില്ലെന്ന് തന്നെ പറയും. അതിന് വെറുതെ പത്രസമ്മേളനം വിളിച്ചിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണ്ടേ? ഇത് ചുമ്മാ വെറുതെ നാടകം എടുത്ത് വെച്ചിട്ട് ഓക്കെ, ഫസ്റ്റ് ഹാഫിനകത്ത് ഫുള്ള് നാടകം തന്നെയാണ്. ഞാനിതിൻ്റെ നെഗറ്റീവ് റിവ്യൂസ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോണത്. എന്താണ് ഇതിൽ എടുത്തു വെച്ചിരിക്കണമെന്ന് അറിയണമല്ലോ പുള്ളിയുടെ. ഓക്കെ, നല്ല നല്ല കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. ഫ്രെയിംസ് കൊണ്ട് മാത്രം ഒരു സിനിമ നന്നാവില്ലല്ലോ. കുറച്ച് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത്. അത് മൂവിയാണോ? ക്യാമറ മൂവിയാണ്ട് ഇത് ഇവർ എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി എടുത്ത് ക്യാമറ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ക്യാമറമാൻ ചാവടിക്കാൻ പോയിട്ട് പിന്നെ എപ്പോഴോ വന്നിട്ടാണ് പിന്നെ ഇത് ഓഫ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ആ സമയം വരെ അതിനുള്ളിൽ നിന്ന് എന്താണ് നടക്കുന്നത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. കട്ട് പറയാൻ മറക്കാണോ സംശയം അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സിനിമ ഓക്കെ, അങ്ങനത്തെ സിനിമ ആണെന്നുണ്ടെങ്കിൽ ആ ലേബലിൽ ഇറക്കിയാൽ പോരെ. ഇത് ഇൻ്റർവ്യൂസിനൊക്കെ വന്നിരുന്നിട്ട് തിയേറ്റർ കുലുങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ് സിനിമക്കകത്തുണ്ട്, അങ്ങനെയുണ്ട്, ആനയുണ്ട്, ചേനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഇതൊരു ടിപ്പിക്കൽ LJP പടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ പോലെ ഇവർക്ക്. ഈ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുകയാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് സിനിമ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർക്ക് ആ ഒരു ലേബലിൽ ഇറക്കിയാൽ പോലെ LJP അവതരിപ്പിക്കുന്ന സിനിമ ഒരു LJP പടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും ഇത്ര പ്രതീക്ഷിച്ചിട്ട് പോവില്ല. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റർവ്യൂസിന് വരുന്നിട്ട് ഇവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു വെറും ക്ലാസ്സാണ്, മാസില്ല എന്നുള്ളത്. ഇതൊന്നും പറയുന്നില്ല. ഇതിന് ജോണർ എന്താണെന്നുള്ളത് പുള്ളി പറയണ്ടേ? ഇത് നിങ്ങൾ കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ പുള്ളിക്ക് പറ്റൂല, ഞങ്ങൾ വിചാരിച്ച ഇതല്ല, ഞങ്ങൾ നല്ല പടം എടുത്തത്, അതുപോലെ നിങ്ങൾ കാണണമെന്നാണ് പുള്ളി പറയണത്. അതുപോലെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവർ സിനിമാക്കാരുടെ സ്ഥിരം സ്വഭാവമാണത്. പടം പൊട്ടിക്കഴിഞ്ഞാൽ റിവ്യൂവേഴ്സിൻ്റെയും അതുപോലെ പ്രേക്ഷകരുടെ മേത്ത് കാട്ടുന്നു. പ്രേക്ഷകർക്ക് കൺവേ ആയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവുന്ന സിനിമ എടുത്താൽ പോരെ. ഇത്ര ബഡ്ജറ്റ് സിനിമ എടുക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ഇവർ വീട്ടിൽ പോയിട്ട് നിങ്ങൾ 60-70 കോടി ബഡ്ജറ്റ് സിനിമ എടുക്കൂ, ഞങ്ങൾ വന്നിട്ട് കാണാം, ആരും പറഞ്ഞിട്ടില്ല. ഇവർ സിനിമ എടുക്കുന്നത് ഇവർ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ.
അപ്പോൾ അത് ആ സിനിമ ആൾക്കാർക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ 10-200 റുപ്യ കൊടുത്തിട്ട് ആരെങ്കിലും സിനിമക്ക് പോകും? ആരും പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പടച്ചു വെച്ചിട്ട് നമ്മൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പരിപാടി ഒന്നുമല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സിനിമ കണ്ടിടത്തോളം സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കുറച്ച് രസമുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ടൈമൊക്കെ എത്തിയപ്പോൾ ഓക്കെ, ക്ലീശ സ്റ്റോറിയാണ് അവസാനമൊക്കെ കൊണ്ടുവച്ചത്, അതൊക്കെ ഓക്കെയാണ്. എങ്കിലും അവസാനിപ്പിച്ചതൊക്കെ സെക്കൻഡ് പാർട്ടിലൊക്കെ ഒരു രസമുണ്ട്. സെക്കൻഡ് പാർട്ട് മര്യാദക്ക് കുറച്ച് മാസമൊക്കെ ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരും. അല്ലാണ്ട് ഈ പറയുന്ന പോലെ നാടകം മറ്റേ നാടോടി നൃത്തമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ സിനിമ കാണൂല. അയ്യോ എന്തെല്ലോ കാട്ടി വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് എന്തൊക്കെ പറയണം. നമ്മളത് കാണണം. അത് അവർ വിചാരിച്ചത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നതിൻ്റെ കുഴപ്പമാണെന്ന് പറയണം. അയ്യോ, ചിലപ്പോൾ രണ്ടാം വട്ടം ഒന്നുകൂടി കാണിക്കാനുള്ള അടവാകും. ഒന്നും കൂടി കണ്ടാൽ മനസ്സിലായാലോ. ആരെന്തായാലും രണ്ടാം വട്ടം കാണാൻ ശ്രമിക്കില്ല. ഒന്നും ആരും മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ട സിനിമയെ നമ്മൾ കാണുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് ഒരിക്കലും പറ്റാത്ത സിനിമ നമ്മൾ പോയിട്ട് തിയേറ്ററിൽ പൈസ കൊടുത്ത് കാണില്ലല്ലോ. ഇവർ ലോകമെമ്പാടും റെക്കോർഡ് തിയേറ്ററിലൊക്കെ റിലീസാക്കിയിട്ട് എന്നാൽ ഇവർക്ക് ഒന്നാമത് റിലീസിന് മുന്നേ ഇവർക്ക് പറയാമായിരുന്നു ഇത് വെറും ഒരു ക്ലാസ് പടമാണ്, അല്ലാതെ അതിൽ മാസമൊന്നുമില്ല, ഇത് മറ്റേ ഭൂമി കുലുങ്ങും അത് കുലുങ്ങും. അതേപോലെ അന്ന് വിജയബാബു വന്നിട്ട് പറഞ്ഞിരുന്നു ഒരു മാസം അടിക്കണം എന്ന് ലിജോ എപ്പോഴും പറയാറുണ്ട്, പൊട്ടി പറത്തുന്ന മാസം അടിക്കണം, ആ പടമാണിത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്തു വെച്ചിട്ട് പ്രൊമോഷൻ്റെ സമയത്തൊന്നും ഇവർ പറഞ്ഞോട്ട് ഇത് മാസപടം എല്ലാവരും പ്രതീക്ഷിച്ച് വരണം എന്നുള്ളത്. എന്നിട്ട് ആ പ്രൊമോഷൻ്റെ സമയത്ത് എല്ലാം ചെയ്തിട്ട് പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതപ്പോൾ നമ്മളെ നെഞ്ഞത്തുകായി. നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് എന്തിനാ വൈരാഗ്യം കാണിക്കുന്നതെന്നൊക്കെ പറയണം. നാട്ടുകാരില്ല. വേറെ സാധനം കൂടെ ഉണ്ട്, അത് കേട്ടോ. അല്ല, ഞാൻ പറയുന്നത് ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് എപ്പോഴും സത്യമാണെന്നില്ല. അത് രാവിലെ 6 മണിക്കും 6:30ക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു വരുത്തുന്നത് ആണ് എല്ലാവരുടെയും വൈബായി മാറും. ഇത് പറയണത് 6 മണിക്ക് ഷോ കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഫാൻസുകാരാണ്. 6 മണിക്ക് ഷോക്ക് പോകുന്നൊരു 80% ആൾക്കാരും മോഹൻലാലിൻ്റെ ഫാൻസുകാരാണ്. അപ്പോൾ അവർ ആണ് നെഗറ്റീവ് പറയുന്നതാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. 6 മണിക്കത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നത് ഫാൻസുകാരാണ് കൂടുതലും. അപ്പോൾ അവരാണോ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത്? ശരിക്കും എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവണില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത ഫാൻസ് ഇപ്പോൾ ആരായി? വെറുതെ നേരത്തെ പുലർച്ചെ എഴുന്നേറ്റ് പോയി പാലഭിഷേകം നടത്തി ചണ്ടയും പൊട്ടൊക്കെ നടത്തിയിട്ട് ഇപ്പം അവരായി കുറ്റക്കാർ. എന്തിനു പറയുക. എന്തായാലും മോഹൻലാൽ ചെയ്ത ക്യാരക്ടറൊക്കെ നല്ല ക്യാരക്ടറാണ്. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു തർക്കമില്ല. പുള്ളി ആ ഫിസിക്കാണെങ്കിലും അടിപൊളിയായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതവിടെ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ ബിരിയാണി നന്നായി, പക്ഷെ വിളമ്പിയത് കോളാമ്പിയിലായി എന്ന് പറഞ്ഞ പോലെ അവസ്ഥയില്ലേ. ആള് അവിടെ കിടന്നിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ടിഷ്യൂ എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. പണ്ടത്തെ ടിഷ്യൂ പോയിട്ട് ഇപ്പോൾ അതിലും നല്ല സാധനങ്ങൾ വന്ന് ഇവരതിനേക്കാട്ടും പഴയ രീതിക്കാണോ പോയത് എന്നുള്ള ഒന്നും മനസ്സിലാവണില്ല. വെറുതെ കൂടുതൽ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. അത്ര തന്നെ. ശരി, ബൈ.